വലിയ ചോദ്യം ചോദിക്കേണ്ട സമയമായിരിക്കുന്നു. ശബരിമലയിൽ തന്ത്രി കുടുംബത്തിൻ്റെ റോൾ എന്താണ്? ശബരിമലയുടെ ആചാര അനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കുന്നതിൽ, പരിപാലിക്കുന്നതിൽ തന്ത്രി കുടുംബത്തിൻ്റെ റോൾ എന്താണ് എന്ന ചോദ്യം ഇപ്പോൾ ഉയർന്നില്ലെങ്കിൽ പിന്നെ എപ്പോൾ ഉയരും? തന്ത്രി കുടുംബം ആന്ധ്രയിൽ നിന്ന് കുടിയേറിയവരാണ്. അവർക്കെങ്ങനെയാണ് ശബരിമലയുടെ അവകാശം ലഭിച്ചത് എന്ന വലിയ ചോദ്യം കേരളത്തിൽ ഏറെക്കാലമായി ഉയരുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ അത്തരം ചോദ്യം ഉയരണം എന്ന് പറയുന്നത്? തന്ത്രി കുടുംബത്തിൻ്റെ വിശ്വാസ്യത പൂർണ്ണമായും തകർന്നിരിക്കുന്നു. ആദ്യമായിട്ടല്ല തന്ത്രി കുടുംബത്തിൽപ്പെട്ട ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. നേരത്തെ കേരളത്തിലെ കുപ്രസിദ്ധിയായ വനിതാ ഗുണ്ടയുടെ വീട്ടിൽ വെച്ച് ഇതേ തന്ത്രി കുടുംബത്തിലെ ഒരാളെ അറസ്റ്റ് ചെയ്തിരുന്നു. അത് വലിയ വിവാദമായിരുന്നു, ചർച്ചയായിരുന്നു. പിന്നീട് അതൊക്കെ ആളുകൾ മറന്നു. ഇതേ താഴ്മൺ കുടുംബത്തിൽപ്പെട്ട മറ്റൊരാൾ അതിജീവിതയെ അപമാനിച്ചതിൻ്റെ പേരിൽ ജയിലിൽ കിടന്നത് ഈ അടുത്ത കാലത്താണ്. ജയിലിൽ കിടന്നിട്ടും വീണ്ടും വീണ്ടും അതിജീവിതയെ അപമാനിക്കുന്ന, അവഹേളിക്കുന്ന തരത്തിൽ സംസാരിച്ചതിൻ്റെ പേരിൽ അതിജീവിത തന്നെ പരാതി നൽകിയിട്ടുണ്ട്. DGPക്ക് അന്വേഷണം നടക്കുകയാണ്. ജാമ്യം റദ്ദാക്കണം എന്നാണ് ആവശ്യം. അതൊക്കെ കഴിയുന്നതിന് ഇടയിലാണ് ഇതാ ഞെട്ടിക്കുന്ന വാർത്ത പുറത്തു വരുന്നത്. ഇതേ തന്ത്രി അറസ്റ്റിലായ കണ്ഠരര് രാജീവര് സ്വർണ്ണമോഷണ വാർത്ത പുറത്തു വന്ന ഘട്ടത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞത് ഞെട്ടിക്കുന്ന വാർത്ത എന്നാണ്. ഇപ്പോൾ SIT പറയുന്നത് ഞെട്ടിച്ചത് തന്ത്രി തന്നെയാണ് എന്ന്. എല്ലാ മോഷണത്തിൻ്റെയും സൂത്രധാരൻ, അതല്ലെങ്കിൽ എല്ലാ അന്വേഷണവും ചെന്നെത്തുന്നത് തന്ത്രി കുടുംബത്തിൽ തന്നെയാണ്. കണ്ഠരര് രാജീവർ നേരത്തെ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ഞാൻ എടുത്തുകൊണ്ടുവന്ന വാജി വാഹനം തിരിച്ചു തരാം എന്ന്. കൊടിമരത്തിന് മുകളിൽ സ്ഥാപിച്ച വാജി വാഹനം എങ്ങനെയാണ് കണ്ഠരര് രാജീവരുടെ വീട്ടിലെത്തിയത്? അത് അവിടെ തന്നെ ഉണ്ടോ, അതല്ല അത് മറിച്ചു വിറ്റോ? വിലമതിക്കാൻ കഴിയാത്ത അത്രയ്ക്കും മൂല്യമുണ്ട് ശബരിമല കൊടിമരത്തിന് മുകളിലുണ്ടായിരുന്ന വാജി വാഹനത്തിന്. അതാണ് കണ്ഠരര് രാജീവര് വീട്ടിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. അതെങ്ങനെ ശബരിമലയുടെ സ്വത്ത്, അയ്യപ്പൻ്റെ സ്വത്ത് കണ്ഠരര് രാജീവർക്ക് സ്വന്തമാകുന്നത് എങ്ങനെയാണ്? ഈ ചോദ്യം നേരത്തെ ഉയർന്നിരുന്നു. കൊടുത്തുവിട്ടത് ആരാണ്? കൊണ്ടുപോയത് എങ്ങനെയാണ് എന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അതിന് ഇതുവരെയും ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതൊക്കെ ഇപ്പോൾ ഉയരുന്നത് തന്ത്രി കുടുംബത്തിന് ശബരിമലയിൽ എന്താണ് റോൾ എന്ന ചോദ്യത്തിൻ്റെ ഭാഗമായിട്ടാണ്. എന്തിനാണ് ശബരിമലയെ തന്ത്രി കുടുംബത്തിന്, താഴ്മൺ കുടുംബത്തിന് അടിയറ വെക്കുന്നത്? ഈ ചോദ്യമാണ് ഉയർന്നത്. സത്യത്തിൽ ശബരിമലയിൽ നേരത്തെ പൂജകൾ നടത്തിയിരുന്നത് ആദിവാസി വിഭാഗമായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. പിന്നീട് അവരെ മെല്ലെ മെല്ലെ ചവിട്ടി പുറത്താക്കുകയും തന്ത്രി കുടുംബം മുഴുവൻ അധികാരവും പിടിച്ചെടുക്കുകയും ചെയ്തതാണ് എന്നും എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. എന്നിരുന്നാലും ആചാരാനുഷ്ഠാനങ്ങൾ ഇപ്പോൾ തുടരുന്നവ അതുപോലെ തുടരട്ടെ എന്ന ഒരു പൊതു മനസ്സ് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ തകർന്നു വീണിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ചോദ്യം ചോദിക്കേണ്ടത് അത്യാവശ്യമായിരിക്കുന്നു. ശബരിമല അയ്യപ്പന് മുകളിൽ തന്ത്രി കുടുംബത്തെ, താഴ്മൺ കുടുംബത്തെ സ്ഥാപിക്കേണ്ടതുണ്ടോ എന്ന വലിയ ചോദ്യം.